10 ദിവസത്തിനുള്ളിൽ രാജ്യം കാത്തിരുന്ന വമ്പൻ പ്രഖ്യാപനത്തിനൊരുങ്ങി അമിത്ഷാ. അതായത് നേരത്തെ തന്നെ കൃത്യമായ ഡേറ്റ് വർഷവുമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജ്യം തുടങ്ങി വെച്ച അമിത്ഷാ നേതൃത്വം നൽകിയ ഒരു വലിയ മിഷൻ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. 2026 മാർച്ച് 31 മുൻപ് തന്നെ ഈ രാജ്യം നക്സൽ മുക്ത രാജ്യമായി മാറുന്നു. 1967 നക്സൽ ബാരി കലാപം എന്ന പേരിൽ തുടങ്ങിയ നക്സലിസം കഴിഞ്ഞ 50 വർഷക്കാലത്തിലേറെയായി ഈ രാജ്യത്തെ പിടിച്ചുലച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വിപത്ത്, ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ കാർന്നു നിന്നുകൊണ്ടിരുന്ന ഒരു ക്യാൻസർ പോലെ ഉള്ള ഒന്നിനെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുന്നു. അതിന്റെ പ്രഖ്യാപനമാണ് 2026 മാർച്ച് 31 നടക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. മുമ്പൊക്കെ ആയുധം വെച്ച് കീഴടങ്ങൽ ഇല്ലെങ്കിൽ പുനരധിവാസം എന്ന പോളിസിയാണ് സർക്കാരുകൾ പാലിച്ചതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇല്ലാതാക്കുക, അതായത് അവരെ നിശേഷം ഇല്ലാതാക്കുക, കൊന്നു തള്ളുക എന്ന് പച്ച മലയാളത്തിൽ തന്നെ പറയേണ്ടി വരും. 2025 ആയപ്പോഴേക്കും ഇന്ത്യയിലെ നക്സൽ ബാധിത മേഖലകൾ കേവലം 3 ജില്ലകളിലേക്ക് ഒതുങ്ങി. ബിജാപൂരിലും സുക്മയിലും നാരായൺപൂരിലും മാത്രമായി ഒതുങ്ങി. 2026 മാർച്ച് 6 ഒഡീഷയിലെ CSFന്റെ 57ാമത്തെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ നടത്തിയ ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, തിരുപ്പതി മുതൽ പശുപതിനാഥ് വരെ നീളുന്ന റോഡ് കോറിഡോർ, അതായത് ഈ നക്സലുകൾ വ്യാപിച്ചു കിടന്നത് ഇന്ന് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന ആദ്യ നാളുകളിൽ 126 ഈ ജില്ലകളിലായിരുന്നു ഈ നക്സലിസം ബാധിച്ചു കിടന്നിരുന്നത്. 1-2 126 ജില്ലകളിൽ ആയിരുന്നു നക്സലിസം ബാധിച്ചു കിടന്നത്. 2025 തുടക്കമായപ്പോഴേക്കും 11 അത് ചുരുങ്ങി. പിന്നീട് 2025 അവസാനമായപ്പോഴേക്കും 3 ജില്ലകളിലേക്ക് മാത്രം ഒതുങ്ങി. 2004-2014 അപേക്ഷിച്ച് ആക്രമണങ്ങൾ കുറഞ്ഞു. സുരക്ഷാ സേനയുടെ മരണങ്ങൾ 73% കുറഞ്ഞു. സാധാരണ ജനങ്ങളുടെ മരണ തോത് 70% കുറഞ്ഞു. ഒപ്പം തന്നെ നക്സൽ മുക്ത സംസ്ഥാനങ്ങളായി ബീഹാറും മധ്യപ്രദേശും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. മുതിർന്ന നേതാവ് ദേവുജിയുടെ കീഴടങ്ങലിന് ശേഷം തെലങ്കാനയും നക്സൽ മുക്തമായി. 2024-25 മാത്രം 2900 പേർ കീഴടങ്ങി. 1900 പേരെ അറസ്റ്റ് ചെയ്തു. 600 പേരെ പൂർണ്ണമായി തന്നെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുകയും ചെയ്തിരിക്കുന്നു. മാവോയിസ്റ്റ് നേതാവ് നമ്പാല കേശവ്, മാഞ്ചി ഗണേഷ് തുടങ്ങിയ 28 ഉന്നത നേതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഒക്ടോപ്പിസ്, ഡബിൾ ബുള്ള്, ചക്രബന്ദ്, ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് തുടങ്ങിയ വമ്പൻ ഓപ്പറേഷനുകൾ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ഇത് എങ്ങനെയാണ് സാധ്യമാക്കിയതെന്നും അദ്ദേഹം വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. ഈ പല ഗോത്രവർഗ മേഖലയിലെയും പിന്നോക്കാവസ്ഥയും വികസനമില്ലായ്മയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, അവരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് നക്സലിസം ഇല്ലെങ്കിൽ മാവോയിസ്റ്റം വളർന്നു വന്നതെങ്കിൽ ഇന്ന് ആ മേഖലയിലൊക്കെ വലിയ വികസനം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. 12,000 കിലോമീറ്റർ റോഡാണ് ഈ നക്സൽ ബാധിത ജില്ലകളിലേക്കൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പാക്കിയത്. 6500 മൊബൈൽ ടവറുകൾ, ഈ മൊബൈലും മറ്റുമൊന്നും ഉപയോഗിക്കാൻ ഉള്ള സാഹചര്യമില്ലായിരുന്നിടത്ത് മൊബൈൽ ടവറുകൾ 6500, 1800 ശാഖകളിലൂടെ ബാങ്കിംഗ് സംവിധാനവും കരുത്തു പ്രാപിക്കാനായിട്ട് ഈ മേഖലകളിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി SRE, SCA പ്രത്യേക അടിസ്ഥാന പദ്ധതികളിലൂടെ ഫണ്ട് ചെലവഴിച്ചു. പ്രത്യേക അടിസ്ഥാന പദ്ധതിയായ SIS, അതുപോലെ തന്നെ സിവിക് ആക്ഷൻ ഫോറമും മീഡിയ പ്ലാന്, മീഡിയകൾക്ക് മറ്റും വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്, റോഡിന്റെ ആവശ്യകതാ പദ്ധതി, LWE മേഖലകൾക്കായി റോഡ് കണക്ടിവിറ്റി, മറ്റു പ്രൊജക്ടുകൾ, ഇതെല്ലാം വന്നപ്പോഴേക്കും ജനങ്ങൾക്ക് ഈ നക്സലിസത്തിൽ നിന്നും വളരെ, അതായത് അവരുടെ പിടിയിൽ നിന്നും വളരെ വേഗത്തിൽ മുക്തി നേടാൻ കഴിഞ്ഞു. അവിടങ്ങളിലേക്ക് നമ്മൾ കണ്ടതാണ് ഈ ആഗസ്റ്റ് 15 മറ്റുമൊക്കെ ഒരിക്കൽ പോലും ദേശീയ പതാക ഉയർത്താനും കഴിയാതിരുന്ന പല മേഖലകളിലും ദേശീയ പതാക നമ്മുടെ ജവാന്മാർ ഉയർത്തുന്ന വീഡിയോകൾ, ജനങ്ങൾ ഓടിക്കൂടുന്ന വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം ആ വാർത്തകൾ നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ നൈപുണ്യ വികസനവും വിദ്യാഭ്യാസ സംരംഭവും ഒക്കെ തുടങ്ങി 63,000 ഗ്രാമങ്ങളിൽ 5 കോടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അതായത് നക്സൽ ബാധിത മേഖലയായ 5 കോടി ജനങ്ങൾക്കത് പ്രയോജനപ്പെട്ടിരിക്കുന്നു. ധർത്തിയാബ് ജൻജിതാഗ്രാം ഇൻഷൻ അഭിയാൻ എന്ന് പറയുന്ന ഈ പ്രൊജക്ട് വഴിയാണ് നക്സലുടെ മൂല കാരണം, അതായത് നക്സലുകൾ വളരാനുള്ള മൂല കാരണം, അതായത് അടിസ്ഥാനപരമായ വികസനം കൊണ്ടിരിക്കും. റോഡ്, മൊബൈൽ ടവറുകൾ, ബാങ്കിങ്, ഒപ്പം തന്നെ വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, കുടിവെള്ളം, അങ്ങനെ എല്ലാ തരത്തിലേക്കും അവരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. 1967 തുടങ്ങിയ നക്സലിസം ഇന്ത്യയിലെ 200 ജില്ലകളെ ബാധിച്ചിരുന്ന ഒന്നാണ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ, ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പിടിമുറക്കിയ ഒന്നായിരുന്നു നക്സലിസം. നമ്മുടെ കേരളത്തിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശക്തമായിരുന്നില്ല. പക്ഷെ പലയിടത്തും ജില്ലകൾ, 200 ജില്ലകളിൽ ഉണ്ടായിരുന്ന നക്സലിസമാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൽ എത്തുമ്പോഴേക്ക്, അതായത് തുടക്കത്തിൽ എത്തുമ്പോൾ 126 ജില്ലകളിൽ അത് ശക്തമായിരുന്നു. ഇപ്പോഴത് കേവലം 3 ജില്ലകളിലായി തീർന്നിരിക്കുന്നു. അതായത് ദിവസങ്ങൾക്കകം ബാക്കി കൂടി അവസാനിക്കും എന്നുള്ളതാണ്. അതായത് നക്സലുകളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയല്ല, നിങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് പറയുകയല്ല, ഇല്ലെങ്കിൽ അവർക്ക് പാക്കേജുകൾ പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്.
പകരം വെടിവെച്ച് ഈ ഭൂമുഖത്തു നിന്നും അവരെ നീക്കുക എന്ന അമിത്ഷായുടെ മാസ്റ്റർ പ്ലാൻ വിജയം കണ്ടിരിക്കുന്നു. കൃത്യമായ ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഈ 2026 മാർച്ച് 31-നകം ഞങ്ങൾ ഇന്ത്യയെ നക്സൽ മുക്ത രാജ്യമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമിത്ഷാ ഈ ഓപ്പറേഷൻ നടത്തിയത്. നമുക്കറിയാം, ഈ നക്സൽ ഓപ്പറേഷൻ തുടങ്ങിയത് മുതൽ ഇതേ ദിവസം വരെ ന്യൂസ് ഇന്ത്യ മലയാളം കൃത്യമായി തന്നെ ഈ വാർത്തകളെല്ലാം തന്നെ കൊടുത്തിരുന്നു. ആ പ്രഖ്യാപനം തുടർച്ചയായി തന്നെ, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഓപ്പറേഷനുടെ ഭാഗമായി തന്നെ ആയിരുന്നു ഞങ്ങൾ മുൻപോട്ട് പോയിരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.